എവിടെയാണോ താൻ പറഞ്ഞ മരത്തിന്റെ വീട്? ഒരു ഇച്ചിരി കൂടെ നടന്നാ മതി. എന്റെ കാടെന്താടി ഇങ്ങനെ? ദേ ചുമ്മാ എന്റെ കാടിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞാ നീ എന്ത് ചെയ്യും? ഞാൻ എന്റെ അച്ഛനോട് പറഞ്ഞെടുക്കും. അയ്യോ അത് വേണ്ട. എന്നാ പിന്നെ മിണ്ടാതെ അടങ്ങി അവിടെ ഇരുന്നോ. ശരി മൂദേവി. താൻ എന്താ എന്നെ വിളിച്ചേ? അത് പിന്നെ അധികം വെളച്ചിലെടുക്കല്ലേ. ചുമ്മാ പറഞ്ഞതാടോ, എന്നോട് ക്ഷമിക്ക്. അതൊന്നും സാരല്ലടോ. ബാ നടക്ക, ഇച്ചിരി കൂടെ നടന്ന അവിടെ എത്തും. ശരി. ഹേയ്, ഇതാ ഞാൻ പറഞ്ഞ സ്ഥലം. ഓ എത്തിയോ? ഭാഗ്യം. വാ എന്നാ താൻ കയറ്. ഞാൻ ഒറ്റക്കോ? പിന്നെ താനും കൂടി പോര്. അമ്പട പുളുസു. എന്താണോ? താൻ എന്താ പറഞ്ഞു വരുന്നേ? ഞാനും നിന്റെ കൂടെ ഇന്ന് രാത്രി ഇവിടെ കഴിയണമെന്നോ? അച്ചോ, പെണ്ണിന്റെ മനസ്സിലിരിപ്പ് കൊള്ളാലോ. അപ്പൊ താനല്ലേ ആദ്യം അത് പറഞ്ഞത്? ഞാനതിന് നിന്നോട് എന്റെ കൂടെ ഇവിടെ കഴിയാൻ പറഞ്ഞോ? പിന്നെ താനെന്താ ഉദ്ദേശിച്ചത്? ഈ വീട് ഞാൻ ആദ്യമായിട്ട് കാണല്ലേ, അതുകൊണ്ട് ഇതിന്റെ ഉള്ളൊന്ന് പരിചയപ്പെടുത്തിട്ട് താൻ തന്നെ വീട്ടിലേക്ക് തന്നെ പോയിക്കോ. ഓ അതായിരുന്നു താൻ ഉദ്ദേശിച്ചത്? പിന്നല്ലാതെ താനെന്താ ഉദ്ദേശിച്ചത്? ഞാൻ വിചാരിച്ചു നിന്റെ കൂടെ ഇന്ന് രാത്രി ഞാനും ഇവിടെ കഴിയണമെന്നാണ് നീ വിചാരിച്ചതെന്ന്. അയ്യോ, പെണ്ണിന്റെ ഒരു മനസ്സിലിരിപ്പേ. താൻ സമയം കളയാതെ വേഗം എന്നാ വീട്ടിലേക്ക് കയറ്. അതിനെന്തിനാ പെണ്ണെ നീ ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നേ? ഏയ് ഒന്നുമില്ല. ചമ്മിപ്പോയല്ലേ? അയ്യോ, ഇവളെ കൊണ്ട് ഞാൻ തോറ്റു. പ്രത്യേകിച്ച് കാണാനൊന്നുമില്ലടോ, ഇത്ര തന്നെ. വാവ്, അടിപൊളിയാണല്ലോ ഇവിടെ കാണാൻ. താൻ പിന്നെ എന്റെ കാടിനെ കുറിച്ച് എന്താ വിചാരിച്ചിരിക്കുന്നേ? ഇങ്ങനെ ഒരു സ്ഥലമുള്ള കാര്യം പിന്നെ എന്തുകൊണ്ട് സുഭദ്ര ആദ്യമേ പറഞ്ഞു തന്നില്ല എനിക്ക്? ഞാൻ വിചാരിച്ചു അച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ടാകുമെന്ന്. തന്റെ അച്ഛൻ എന്റെ കണ്ണിന്റെ നേരെ കണ്ടൂടാ. സത്യം. പിന്നെ ഞാൻ എന്ത് ചോദിക്കാൻ അയാളോട്? ഞാനൊരു കാര്യം പറയട്ടെ? എന്താ സുഭദ്ര, താൻ പറ. അത് വേറൊന്നല്ല, ഇവിടെ ഒരുപാട് കിണർ കുത്തികൾ വന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അവരൊക്കെ താമസിച്ചത് ദേ ഈ മരത്തിന് മുകളിലുള്ള ഈ വീട്ടിൽ തന്നെയാ. ഓ, എന്നിട്ട് എന്തുകൊണ്ട് നിന്റെ അച്ഛൻ എനിക്ക് മാത്രമേ ഈ വീട് പറഞ്ഞു തന്നില്ല? ചിലപ്പോ അച്ഛൻ വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ പറഞ്ഞു തരുമെന്ന്. എന്തെങ്കിലും ആവട്ടെ. എന്നാ ശരി, സമയം ഒത്തിരി നേരം വൈകി, ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോവാണേ. പോയിക്കോ. പോകുന്നതിന് മുമ്പ് എനിക്ക് തന്നോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ? ഈശ്വര, ഇയാൾ എന്നോട് അയാളുടെ ഇഷ്ടം തുറന്നു പറയാൻ പോവാണോ? അത് വേറൊന്നുമല്ല. എന്താന്ന് വെച്ചാ പെട്ടെന്ന് പറ, എനിക്ക് വീട്ടിൽ പോകണം, അച്ഛനെന്നെ അന്വേഷിക്കും. ഞാൻ രാവിലെ പറഞ്ഞ കാര്യം. എന്ത് കാര്യം? താനൊന്ന് പട്ടണത്തിലേക്ക് വന്നാൽ. എന്നോട് ഞാൻ 100 വട്ടം പറഞ്ഞു ഞാൻ വരില്ലാന്ന്. സുഭദ്ര, ഞാനൊരു ഇഷ്ടം കൊണ്ട് പറഞ്ഞു പോയതാ. എന്ത് ഇഷ്ടം? നിന്നോട് ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ കാട്ടിലെ ദേവിയാണെന്ന്. എനിക്ക് ഈ കാട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധ്യമല്ല. എന്റെ അച്ഛനെ അമ്മയൊന്നും ഞാൻ ചതിക്കത്തില്ല. സുഭദ്ര, നിന്നെ കണ്ടപ്പോ എനിക്ക് ഒരു കൂട്ടിലകപ്പെട്ട കിളിയാണ് ഓർമ്മ വന്നത്. അതുകൊണ്ട് നിനക്കൊരു സന്തോഷം തരാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പട്ടണത്തിലേക്ക് പോവാന്ന് പറഞ്ഞത്. അതെനിക്ക് സാധ്യമല്ല, നിന്നോട് പറഞ്ഞില്ലേ ഞാൻ? സുഭദ്ര, എന്നോട് ക്ഷമിക്കണം. എന്റെ സന്തോഷം കാണാൻ ആഗ്രഹിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ. എന്റെ സന്തോഷം ഈ കാടാണ്, അത് താൻ മറന്നു പോകുന്നു പല സമയങ്ങളിലും. അയ്യോ സുഭദ്ര, എന്നോട് എന്നെ ദേഷ്യം കാണിക്കരുത്. ഞാൻ വിചാരിച്ചത് നാളെ രാവിലെ പോയിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും തിരിച്ചു വരാമെന്ന രീതിയില്. തന്റെ ഒരു പ്ലാൻ എന്നോട് പറയാൻ നിൽക്കണ്ട, ഞാൻ വരില്ല എന്ന് പറഞ്ഞാൽ വരില്ല. ശരി സുഭദ്ര, തനിക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ ഇനി ഈ വിഷയം പറയത്തില്ല. അത് തന്നെയാ തനിക്ക് നല്ലത്. അയ്യോ, ഇയാളിപ്പോ എന്തിനാ കരയുന്നേ? സുഭദ്ര, താൻ എനിക്ക് മാപ്പ് തരണം. തന്റെ സന്തോഷം കാണാൻ ആഗ്രഹിച്ചു പോയി, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയത്. എന്നോട് താൻ ക്ഷമിക്കണം. അയ്യോ, നിങ്ങളത് പറഞ്ഞ എന്തിനാ കരയുന്നേ? നീ എന്നോട് ദേഷ്യം പിടിച്ചപ്പോ എന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. അയ്യോ, ഇങ്ങനെ കരയാതെ. ഇനി ഞാൻ അതിനെ കുറിച്ച് പറയത്തില്ല, സത്യം. അയ്യോ, കണ്ടിട്ട് പാവം തോന്നുന്നു. താൻ പോയിക്കോ വീട്ടിലേക്ക്. എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇനി പറയത്തില്ല അതിനെ കുറിച്ച്. നിങ്ങളിപ്പോ പറഞ്ഞില്ലേ ഈ കാര്യം, അതിന്റെ സ്വപ്നമാണ്. അപ്പൊ താൻ നേരത്തെ പറഞ്ഞത്? അങ്ങനെ പറയല്ലാതെ എന്റെ മുന്നിൽ വേറൊരു വഴിയില്ല. മനസ്സുകൊണ്ട് ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് ഈ കാടിന് പുറമേയുള്ള ആ ഒരു ലോകം കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്ത് ചെയ്യാൻ, എന്റെ ജന്മം ഇങ്ങനായി പോയി. എന്നെ കൊണ്ട് സാധ്യമല്ല. ഞാൻ ക്ഷമ ചോദിക്കേണ്ടത് നിങ്ങളോടല്ലേ? നിങ്ങൾ എന്റെ സന്തോഷം കാണാൻ ആഗ്രഹിച്ചു, അതുകൊണ്ടല്ലേ നിങ്ങൾ ഇതിനെ കുറിച്ച് പറഞ്ഞത്? ഞാനും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാ ഞാനൊരു കാര്യം പറയട്ടെ?
എന്താ? നാളെ പട്ടണത്തിൽ പോയാ തിരിച്ചു വരാൻ ഏകദേശം എത്ര സമയം എടുക്കും? അത് പിന്നെ ഒരു 2-3 മണിക്കൂറിനുള്ളിൽ നമുക്ക് തിരിച്ചു വരാം. സത്യം? സത്യം. അങ്ങനെയാണെങ്കിൽ ഞാൻ വരാം. ഹാ? എന്തേ? അതെ. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നെ പെട്ടെന്ന് തിരിച്ചിങ്ങാക്കണം കേട്ടോ. അതൊക്കെ ഞാൻ ഏറ്റു. അച്ഛനെങ്ങാനും അറിഞ്ഞാ എന്നെ കൊന്നു കളയും. ഈ കാര്യം അച്ഛൻ അറിയില്ല. അതെന്താ തനിക്കിത്ര ഉറപ്പ്? അതിനുള്ള പണിയൊക്കെ ഞാൻ എടുക്കുന്നുണ്ട് എന്ന് തന്നെ കൂട്ടിക്കോ താൻ. എന്ന് വെച്ചാ? അതൊന്നും ഞാൻ ഇപ്പൊ തന്നോട് പറയില്ല. എന്നാ ശരി, നാളെ രാവിലെ കാണാം. ശരി. ദി നെക്സ്റ്റ് ഡേ. രാമ, നമുക്ക് വേഗം പോവാം. വാ നടക്ക്. അച്ഛൻ കാണാതെ ഓടി വന്നതാ ഞാൻ. അയ്യോ, അച്ഛൻ കാണാതെയാണോ വന്നിരിക്കുന്നേ? അതെ. അപ്പൊ അച്ഛൻ എന്തായാലും അന്വേഷിക്കില്ലേ? അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്ത്? കിണർ കുത്താൻ പോവാണെന്ന്. അച്ഛനോട് അമ്മ പറഞ്ഞോളൂ ഞാൻ കിണർ കുത്തുന്ന സ്ഥലത്താണെന്ന്. ശരി, എന്നാ വാ നടക്ക്. ഇതെന്തിനാ താൻ എന്റെ കൈ പിടിച്ചേ? അത് വേറൊന്നല്ല, പട്ടണത്തിലെത്തുന്നവരെ താൻ എന്റെ കൈ വിടാൻ പാടില്ല. അതെന്താ? അത് പിന്നെ പട്ടണം എന്ന് പറഞ്ഞാ അത്ര ശരിയുള്ള സ്ഥലമൊന്നല്ല. അങ്ങനത്തെ സ്ഥലത്തേക്കാണ് എന്നെ താൻ കൊണ്ടുപോകുന്നത്? അയ്യോ, താൻ പേടിക്കണ്ട. എന്റെ കൈകൾ താൻ സുരക്ഷിതയാണ്. അതുകൊണ്ട് എന്റെ കൈ താൻ വിടാനേ പാടില്ല. എന്നാലും ഇതത്ര ശരിയായിട്ട് എനിക്ക് തോന്നില്ല. താൻ എന്തിനാണോ പേടിക്കുന്നത്? തനിക്ക് ഞാനില്ലേ. എന്നാലും എന്റെ മനസ്സിന് സമാധാനില്ല. താൻ ചുമ്മാ പേടിക്കാതെടോ. വാ വേഗം പോവാം. അച്ഛൻ കണ്ട പിന്നെ പട്ടണം കാണാനുള്ള മോഹം നടക്കില്ല കേട്ടോ. ശരി. അയ്യേ, ഇതെന്താ ഇങ്ങനെ? എന്തേ? ഇവിടത്തെ നിലമൊക്കെ എന്താ ഇങ്ങനെയാ? എങ്ങനാ? ഫുൾ കറുപ്പ് കളറൊക്കെ ആയിട്ട് ഒരു പുല്ല് പോലും കാണാനില്ലല്ലോ. എന്താടോ താൻ ചുമ്മാ ചിരിക്കുന്നേ? എടോ, ഇത് കാടല്ലല്ലോ, ഇത് നാടല്ലേ. അതുകൊണ്ട് ഇവിടെ പുല്ലൊന്നും ഉണ്ടാവില്ല. പിന്നെന്താ ഉണ്ടാവാ? ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഉണ്ടാവാ. ഇത് കൂടെ ഒരുപാട് വാഹനങ്ങൾ പോകും. വാഹനങ്ങളോ? എന്ന് വെച്ചാ? ഈ പെണ്ണിനെ ഞാൻ എങ്ങനെ ഇപ്പൊ പറഞ്ഞു മനസ്സിലാക്കാ? എന്താടോ താൻ പറഞ്ഞു വരുന്നേ? വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നടക്കേണ്ട ആവശ്യമില്ല. അതിൽ കേറിയാ മതി, അതങ്ങനെ പോവും. അങ്ങനെയൊക്കെ ഉണ്ടോ? ഉണ്ട്. ഷോ, എന്തൊക്കെയാലേ. ഈ പെണ്ണിനോട് സംസാരിക്കാൻ നല്ല കോമഡിയാ. എന്താടോ താൻ പറയുന്നേ? ഒന്നുമില്ല. വാ നടക്ക്. നടക്കാം. അതിനു മുമ്പേ തന്റെ ആ വായൊന്ന് കൂട്ടി വെക്ക്. വായില് ഈച്ച പോണ്ട. ഇതൊക്കെ കണ്ടിട്ട് എനിക്കെന്തോ വല്ലാത്തൊരു അത്ഭുതം പോലെ തോന്നുന്നു. ഇതൊക്കെ എന്ത് അത്ഭുതം? മനുഷ്യന്മാര് ജീവിക്കുന്ന സ്ഥലം ഇത്. മൃഗങ്ങള് ജീവിക്കുന്നതാ കാട്. താൻ കാട്ടിലായി പോയത് എന്റെ കുറ്റാണോ? അയ്യോ ദേവി, ഞാൻ ഒന്നും പറഞ്ഞില്ലേ. ഇതെന്തിനാ രാമ നമ്മൾ ഇവിടെ നിൽക്കുന്നേ? നമുക്ക് ഇതിന്റെ അകത്ത് കേറിയിട്ട് കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് പോകാം. ഇതിന്റെ അകത്ത് ഭക്ഷണം കിട്ടോ? കിട്ടും. എനിക്ക് പച്ച താറാവ് ഇറച്ചി മതി. ഇവിടെ പച്ചയൊന്നും കിട്ടില്ല, വേവിച്ചതേ കിട്ടൂ. അയ്യേ. എന്താ അയ്യേ? നല്ല രുചിയാ. വാ ഞാൻ കാണിച്ചു തരാം.